നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ അഴിഞ്ഞാടി നടക്കരുതെന്ന്. അതെ, തന്നെ കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയി എനിക്ക് ഈ അടുക്കള കിടന്ന് അറിയിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പുറത്തു പോകും, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരും. അതിപ്പോ രാവിലെ പകലൊന്നും നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. മര്യാദക്ക് സംസാരിച്ചിട്ടുണ്ടല്ല. താനൊരു ചുക്കും ചെയ്യില്ല, പോടോ. താനൊരു ചുക്കും ചെയ്യില്ല. ഇല്ലടി, എനിക്ക് വരാൻ പറ്റത്തില്ല. ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുമല്ലേ. കാലമാടൻ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി തമാശയായിട്ട് ഒന്നും തോന്നിയില്ല. ഞാൻ മൾട്ടിപ്പിൾ പ്രാവശ്യം വായിച്ചു. ഇതൊരു ഫണ്ണി കണ്ടന്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്തൂടെ, ഇതിനിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൾട്ടിപ്പിൾ രീതിയിൽ ഒരു ബാഡ് മെസ്സേജ് തരുന്നുണ്ട്. കാരണം ഇവർ വളരെ നല്ല കണ്ടൻറ്റ്സ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള നല്ലൊരു ക്രിയേറ്റേഴ്സാണ്. ഇവരുടെ പല വീഡിയോസ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ ലൈക്ക് ഇട്ടിട്ടുണ്ട്. ബട്ട് ദിസ് വീഡിയോ കെയിം ഔട്ട് ടു ബി വെരി സർപ്രൈസിങ്. ചിലപ്പോൾ അവർ ഇങ്ങനൊരു ക്രിറ്റിസിസം എക്സ്പെക്ട് ചെയ്തിട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ വെറുതെ ഒരു തമാശയ്ക്ക്, നമ്മൾ അൺഇൻറ്റൻഷനലി തമാശയ്ക്ക് വീഡിയോസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണല്ലോ. നമ്മളെല്ലാവർക്കും നമുക്ക് മിസ്റ്റേക്സ് പറ്റുന്ന ഒരു രീതിയിൽ. നോ, ഐ എം നോട്ട് ആസ്കിങ് ദം ടു അപ്പോളജൈസ്, പുട്ട് ദ കണ്ടന്റ് ഡൗൺ ഓർ എനിത്തിങ്. ബട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രം ഷെയർ ചെയ്യാണ് ആസ് എ മെൻറ്റൽ ഹെൽത്ത് ലൈസൻസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റർടൈൻ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള മെറൈറ്റൽ റേപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസെൻറ്റ് ഇല്ലാണ്ട് അവരവരുടെ ബെഡ്റൂം സീൻ കാണിച്ചു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ pregnancy rather than considering to be a very beautiful thing, മലയാള സിനിമയിൽ ഓൾറെഡി അത് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അടുത്ത 10 മാസം നീ എൻഗേജ്ഡ് ആവും, നീ പച്ചമാങ്ങ കഴിക്കും എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പോലെ അടുത്ത 10 മാസം നിന്നെക്കൊണ്ട് ഞാൻ നൈറ്റ് ഇടിപ്പിക്കുള്ളൂ, നീ ഇഷ്ടമുള്ള സമയത്തൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല. സോ പ്രഗ്നൻസി ഈസ് ബീങ് ഡെമോൺസ്ട്രേറ്റഡ് ആസ് സംതിങ് ദറ്റ് ഈസ് അൺകംഫർട്ടബിൾ. ഓൾറെഡി ഇൻ്റർനെറ്റിൽ ഒരുപാട് സ്ത്രീകൾ പ്രഗ്നൻസിയെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോഴും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവണം. എന്ത് കാര്യവും നമുക്ക് ജോക്കായിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ജോക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് അമേസിങ് കണ്ടന്റ്സ് ഉണ്ട് നിങ്ങളുടെ. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് വീഡിയോ ഓക്കെ ആയിട്ട് തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഗെയിൻ ഒരാൾ ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ അതൊരു പൊളൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിന് പകരം എന്ത് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണേ, ഇങ്ങനെ ചെയ്യണേ, ഇതൊന്നും ഇപ്പോൾ അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും ദാറ്റ് ഈസ് എ ബൗണ്ടറി റെഗുലേഷൻ. ആ ഒരു കാര്യം ആ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു തരത്തിലുള്ള എന്താ പറയുക, മാരേജിനോട് ഓൾറെഡി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത്തരം വീഡിയോസ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ, പലതരത്തിലുള്ള സോഷ്യൽ ഡൈനമിക്സും സൈക്കോളജിക്കൽ ഡൈനമിക്സും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മാരേജ് ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ബിക്കോസ് പ്രഗ്നൻസി ഈസ് സംതിങ് ദാറ്റ് ഈസ് ടു ബി പ്ലാൻഡ് വിത്ത് ലോട്ട്സ് ഓഫ് ഇൻ്റർവീനിങ്. നിങ്ങളിപ്പോഴും പറയും ഇതൊരു ജോക്കായിട്ടല്ലേ ചെയ്തത്, ഇത്രമാത്രം ഓവർ റിയാക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷേ നമ്മൾ നല്ല റെസ്പോൺസിബിൾ, നിങ്ങളുടെ അത്രയും ഫോളോവേഴ്സ് ഒന്നും എനിക്കില്ല, എന്നിരുന്നാൽ പോലും നല്ല റെസ്പോൺസിബിൾ കണ്ടൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡ് ഡീൽസും എല്ലാ കാര്യങ്ങളും, അതൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ എന്ത് ബ്രാൻഡ് ഡീൽസ് ചെയ്യുന്നു എന്നുള്ളത്. നോർ ഐ എം ഇൻറ്റൻറ്റിങ് ടു ഫോളോ യു, നോട്ട് ബിക്കോസ് യു ആർ ബാഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓർ സംതിങ്, യു ആർ അമേസിങ്. ബട്ട് ഇടയ്ക്ക് നിങ്ങളുടെ വീഡിയോസ് കാണുന്നു എന്നല്ലാണ്ട് ദിസ് ഇസ് നോട്ട് മൈ ജോണർ ടു ഗെറ്റ് എൻ്റർടൈൻഡ് ഓൺ എ റെഗുലർ ബേസിസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തമാശ നല്ല ക്വാളിറ്റിയിലുള്ള ഒരുപാട് തമാശ ഉണ്ടാക്കുമ്പോൾ വൈ ടു ടച്ച് ദീസ് എന്താ പറയുക, ബൗണ്ടറി ബുദ്ധിമുട്ടാക്കുന്ന, പലരുടെയും കണ്ടീഷൻസ് ഒക്കെ അഫക്റ്റഡ് ആവുന്ന രീതിയിലുള്ള കണ്ടൻറ്റ്സ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. അതായത് അതിൽ ദർ ഇസ് നത്തിങ് ടു ബി ഫണി. യു ആർ എ വിമൻ, യു ഷുഡ് ബി ലിസ്ണിംഗ് ടു വാട്ട് ഐ സേ, ഓർ എൽസ് ഐ വിൽ എൻഷുർ ദാറ്റ് യു ആർ പ്രഗ്നൻറ്റ്. എന്നിട്ട് അതിൽ ഈഗോ എന്ന് പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമ്പോഴത്തേക്കും ഇസ് ദാറ്റ് ഹൗ യു വാല്യൂ യുവർ വൈഫ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് പേഴ്സണൽ, ബട്ട് അങ്ങനെയാണോ നമ്മുടെ വൈഫിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്? കുറേ യങ്സ്റ്റേഴ്സും ആൾക്കാരും ഒക്കെ നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ഡൈനമിക്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഫോർമാറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജസ് കുറച്ച് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതെൻ്റെ വളരെ സ്നേഹത്തോടെയുള്ളൊരു റിക്വസ്റ്റാണ് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ബാക്കി ഐ ഡോണ്ട് ഹാവ് എനി സേ വിത്ത് റെസ്പെക്ട് ടു ദി അമേസിംഗ് കോണ്ടന്റ് ക്രിയേഷൻസ് ദാറ്റ് യു ഡു. ഇറ്റ്സ് മാർവലസ്. Please continue. But this is my gentle suggestion. Thank you so much. Dr. Gayatri Menon, clinical psychologist.